ഇനി സൂപ്പി പൊയിൽ തയ്യാറാക്കിയ പ്രതിവാര പങ്ക്തി കാലം വായിക്കാത്ത കൽപ്പാടുകൾ. അവതരണം സജീർ ഭൂമിപാതുക്കൽ. വാണിമേലിന്റെ പൈതൃക കവി. പുഴക്കല വീട്ടിൽ മൊയ്തീൻ എന്ന് കേൾക്കുമ്പോൾ പഴയ തലമുറയിലെ സുപരിചിതർക്ക് പോലും ആദ്യം ഓർമ്മയിലെത്തുക മദമോഹിനി കുഞ്ഞാമിമാല എന്ന കാവ്യകാന്ഡമായിരിക്കും. തീർച്ചയായും അത് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് രചനയാണെങ്കിൽ പോലും വാണിമേലിന്റെ സാമൂഹ്യ, കാർഷിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളെ വിഷയീഭവിച്ചുകൊണ്ടുള്ള ഒട്ടനവധി മറ്റു രചനകളും കവിയുടേതായിട്ടുണ്ട്. അർത്ഥഗാംഭീര്യം കൊണ്ടും കാലിക പ്രസക്തി കൊണ്ടും ഒന്നിനൊന്ന് മികവ് പുലർത്തുന്ന ഇത്തരം രചനകളെ നിരൂപണത്തിന് വിധേയമാക്കുമ്പോൾ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും അദ്ദേഹം വാണിമേലിന്റെ ഒരു പൈതൃക കവി തന്നെയായിരുന്നു എന്ന്. നേരം പോക്കിന് പാട്ടുകെട്ടുക എന്നതിലുപരി പാട്ടുരചന ഒരു തപസ്യയായി എടുത്ത അദ്ദേഹം മാപ്പിളപ്പാട്ടിന്റെ വൃത്ത നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്ന ശാഠ്യക്കാരനും കൂടിയായിരുന്നു. അതുകൊണ്ടുതന്നെ കെസ്സും ചായലും മുറുക്കവും കൊമ്പും തൊങ്കലും വെച്ച് അദ്ദേഹം എഴുതിയ ഗ്രാമഗീതങ്ങളും ഇരവുഗാനങ്ങളും സർക്കീട്ട് മാലകളും കത്തുപാട്ടുകളും മദനഗാനങ്ങളും വട്ടപ്പാട്ടുകളുമൊക്കെ പൂർണ്ണമായും വൃത്ത പ്രാസ നിയമങ്ങൾ പാലിച്ചിട്ടുള്ളവയാണെന്ന് കാണാവുന്നതാണ്. വൃത്ത നിയമങ്ങൾ പാലിക്കാതെ പാട്ടെഴുതിയ സമകാലികരെ തമാശയാക്കുന്ന അദ്ദേഹത്തിന്റെ വരികൾ ശ്രദ്ധിക്കുക. കൂശാതെ പാട്ട് കൂറിത്താലും പോരാ, കമ്പിക്കഴുത്തൊക്കെ ചേർക്കണം, കുട്ടികളെ കയ്യിലുള്ള കാശൊക്കെ പറ്റിക്കുന്ന പണി മാറ്റണം. തന്റെ പാട്ടിനെ വിമർശിച്ചവർക്കും അദ്ദേഹം പക്വമായ മറുകുറിപ്പെഴുതി. ഞാനീ കുറിച്ചു കൊടുത്തുള്ള ഗീതത്തിൽ ന്യായക്കിടെന്തുണ്ട് നോക്കണോ, ജ്ഞാനീതരായ കവീതർ വല്ലോർക്കും കാണിത്തിട്ട കുറ്റം തീർക്കണം. സർക്കീട്ട് മാലകൾ എഴുതുന്നതിൽ അപൂർവ രചനാ പാഠവസിദ്ധിയുള്ള അദ്ദേഹം തന്റെ പ്രഥമ കോഴിക്കോട് യാത്ര സരസമായി അവതരിപ്പിച്ചത് നോക്കുക. മാനാച്ചിറ മൈതാനവും അപ്പുറത്തുള്ള റോഡും ട്രാഫിക് പോലീസുമൊക്കെ അദ്ദേഹത്തിന് പാട്ടിന്റെ ഇതിവൃത്തങ്ങളായി. മാനാച്ചിറ മൈതാനം കണ്ടിട്ട് മാറിയും മാറിയും നോക്കുന്നു, ഞാറ് കൃഷിക്കായി പോരീശ സ്ഥലം വെലികെട്ടാതെ ഇരിക്കുന്നു. അപ്പുറത്തുണ്ടൊരു വലിയ നിരത്ത്, കൊപ്പരചിക്കാൻ എന്തു തിരക്ക്, പോലീസുകാരുണ്ടവിടെ കാവല് നിൽക്കുന്നു, പോകാനായി കൈകൊണ്ടെന്തോ ആംഗ്യം കാട്ടുന്നു. പ്രശസ്ത അറപ്പാട്ട് ഗായകനും കൂടിയായ അദ്ദേഹം മംഗളഗാനങ്ങൾ രചിക്കുന്ന നിമിഷകവിയും കൂടിയായിരുന്നു. മർഹൂം പി.വി. കുഞ്ഞമ്മദ് ഹാജി തന്റെ മകളുടെ കല്യാണ രാത്രി കവിയെ ഉത്തരം മുട്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ അപ്രതീക്ഷിതമായി അദ്ദേഹത്തോട് പാട്ട് കെട്ടിപ്പാടാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒന്നും കൂസാതെ ഉടനടി അദ്ദേഹം സുദീർഘമായ ഇരവുഗാനം കെട്ടിപ്പാടിയത് സദസ്യരെ ഒന്നടങ്കം അത്ഭുതപ്പെടുത്തിയിരുന്നു. കുപ്രസിദ്ധ വ്യാജ വ്യവഹാരമായിരുന്ന ഷാപ്പുകേസിൽ ജയിലിലായ സഹോദരൻ തോട്ടത്തിൽ മൊയ്തീൻ ഹാജിയെ നേരിൽ ചെന്ന് കാണുവാൻ സാഹചര്യമൊരുങ്ങാത്തതിൽ മനനൊന്ത് കവി ജയിലിലേക്കയച്ച ഹൃദയസ്പർശിയായ കത്തുപാട്ട് അക്കാലത്ത് ഏറെ പ്രചാരം നേടിയ ഒന്നായിരുന്നു. അതിന്റെ തുടക്കം മാത്രം നേമത്തിലല്ലാതെ വന്നാലവിടെ നവറാൻ താരം കിട്ടുമോ എന്ന് പാടെ, ചീമയിലുള്ള വിവരങ്ങളൊക്കെ ചൊൽവാനിനിയും പെരുത്തുണ്ട് മുത്തേ, താനി ഇതൈ ഊര് വീട്ടതിൽ ശേഷം ചൊപ്പാനിനിയും പെരുത്തുണ്ടേ. പഞ്ചായത്ത് ബ്ലോക്ക് തല സേവനങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ അദ്ദേഹം രചിച്ച പാട്ടിന് അധികാരികളുടെ അംഗീകാരം ലഭിക്കുകയും ആകാശവാണി കോഴിക്കോട് നിലയം 1953 അത് പ്രക്ഷേപണം ചെയ്യുകയുമുണ്ടായി. സാമൂഹ്യ തിന്മകളെയും അദ്ദേഹം തന്റെ കവിതകളിൽ വിമർശന വിധേയമാക്കി. കണ്ട പുഴയിന്നെല്ലാം കുളിക്കുന്ന പെണ്ടികളെ നിങ്ങളോർക്കണേ, കത്താനവന്റെ അദാബു നിങ്ങളിൽ എത്തുന്നതും കവറാക്കണേ. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ സവിശേഷ രചനയായ മദമോഹിനി കുഞ്ഞാമിമാലയിലെ ചില അവിസ്മരണീയ മുഹൂർത്തങ്ങൾ കൂടി പരിശോധിക്കാം. ഇഷ്ടപ്പെട്ട മതം സ്വീകരിച്ചതിന്റെ പേരിൽ ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വന്ന പീഡന പർവ്വങ്ങളാണ് ഏറെ വികാര നിർഭരതയോടെ
തന്റെ മാലപ്പാട്ടിൽ അദ്ദേഹം അനാവരണം ചെയ്യുന്നത്. നാട്ടിൽ കൂളിളക്കം സൃഷ്ടിച്ച പ്രസ്തുത സംഭവത്തിന്റെ ക്ലൈമാക്സിൽ കുഞ്ഞാമി എന്നു പേര് സ്വീകരിച്ച സ്ത്രീയും അവരുടെ പ്രതിശ്രുത വരനായ സൂഫിയും നാദാപുരം ഖാദിയുടെ വിചാരണയ്ക്ക് വിധേയമായപ്പോൾ കമിതാക്കൾ നൽകിയ വിശദീകരണം കവി വിവരിക്കുന്നത് നോക്കുക. താമസം കൂടാതവൾ പൂരത്തിടുന്നു, എന്നെ തഞ്ചമുണ്ടെങ്കിൽ നിക്കാഹ് ചെയ്ത് ഇന്ന് ചേർക്കുവാനുറച്ചു ഞാനും പോന്നതാണ്. താങ്കൾ ചേർത്തണം നിക്കാഹവനിൽ ബന്ധമാണ്. പിന്നീടുള്ള മറുപടി സൂഫിയുടേതായിരുന്നു. മൊയ്യലായി ഞാൻ താമസം വാണിമലാണ്, എന്റെ ബാപ്പ മമ്മദ്, എന്റെ നാമം സൂഫിയാണ്. കയ്യുമോ നീനക്കവളെ കെട്ടുവാനേ എന്ന് ഖാദി ചോദിച്ചുള്ള നേരം ചൊല്ലി ഞാനേ. സംഭവമറിഞ്ഞ് നാദാപുരം സ്റ്റേഷനിൽ ഇവർക്കെതിരെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥലം എസ്ഐയും പോലീസുകാരും ഇവർ അഭയം തേടിയ പണിക്കരേടന്റെ വീട്ടിലെത്തി കുഞ്ഞാമിയെ ചോദ്യം ചെയ്യുന്ന രംഗം വളരെ തന്മയത്വത്തോടെ കവി വിവരിക്കുന്നത് കാണുക. വന്നു സബ് ഇൻസ്പെക്ടർ ചോദിത്തിടുന്നവളിൽ, വല്ലിയേ നീ സ്വന്തം ദീനും വീട്ടിന്റെ നാളിൽ എന്താണീ മാപ്പീള വേഷം ധരിക്കാനെന്ന് എംബിയാദുക്കവൾ ഉത്തരം ചൊല്ലിടുന്നു. സ്വന്തം